ഇനി നമുക്ക് വാട്ടുകപ്പ കുഴച്ചെടുക്കാം. അതിന് വാട്ടുകപ്പ വെള്ളത്തിലിട്ടേക്കുമായിരുന്നു. അരിഞ്ഞ് കഴുകി വെള്ളത്തിലിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ കഴുകി പിന്നെ കുക്കറിൽ അടിച്ചെടുക്കാം. വാട്ടുകപ്പയെന്ന് പറഞ്ഞാൽ ഉണക്ക ചീനി എന്നും പറയും. കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് അടിച്ചെടുക്കാം. തേങ്ങ ഒരു മുറി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, വെളുത്തുള്ളി, സ്വല്പം ഇഞ്ചി, 2 കൊച്ചുള്ളി, ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും അരച്ചുകൊണ്ട് വരാം. മഞ്ഞൾപ്പൊടി ഇട്ട് ചെറിയ ജീരകം ഇട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കിനി അരച്ചു കൊണ്ടുവരാം. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഓഫാക്കി. അപ്പോൾ വാട്ടുകപ്പ ഊറ്റി എടുത്തിട്ടുണ്ട്. ആദ്യത്തെ വെള്ളം ഇനി ഒന്നും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം. കുക്കറിലിട്ട് ഒന്നും കൂടി അടിക്കണം. ആദ്യം തിളപ്പിച്ച് വെള്ളം കളഞ്ഞു. രണ്ടാമത് വെള്ളം വെച്ച് വേവിച്ചതാ നോക്കിക്കേ, വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പും വൻപയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പ ഇവിടെ കുഴച്ചെടുക്കാം. ഇച്ചിരി ഉള്ളി താളിച്ചൊഴിക്കാം. ഉള്ളിയും കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി. അപ്പോൾ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കറിവേപ്പില, വറ്റൽ മുളക്, അപ്പോൾ മൂത്ത് വന്നതും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കാം. അപ്പോൾ കപ്പ കുഴച്ചത്, ഉണക്ക കപ്പ കുഴച്ചത് റെഡിയായിട്ടുണ്ട്. ഉണക്കക്കപ്പയും വൻപയറും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനെടുക്കാം. ഉണക്കക്കപ്പയുടെ കൂടെ കഴിക്കാൻ വങ്കടക്കറിയാണ്. അപ്പോൾ കഴിക്കാം. അപ്പോൾ കഴിച്ചിട്ട് വരാം.